കായാമ്പൂ വർണ്ണനായ നമ്മുടെ പൊന്നു ഗുരുവായൂരപ്പന്റെ ഇന്നത്തെ ഉച്ചപൂജാ ദർശനം കണ്ട് ഭക്തരുടെ കണ്ണും മനസ്സും അത്രമേൽ നിറഞ്ഞു കേട്ടോ. ഇന്ന് ഗുരുവായൂർ നട തുറന്നപ്പോൾ കണ്ടത് മറ്റൊരു കുസൃതി ചിരിയാണ്. പീതാംബരധാരിയായ വലിയ ഭഗവാനെയല്ല, ഒരു കൊച്ചു കദളിപ്പഴവും കയ്യിൽ പിടിച്ച് ഇതാർക്കും കൊടുക്കില്ല എന്ന ഭാവത്തിൽ നിൽക്കുന്ന നമ്മുടെ ഉണ്ണിക്കണ്ണനെയാണ് കേട്ടോ. ശ്രീലകത്തെ കൽവിളക്കുകളുടെ സ്വർണപ്രഭയിൽ ഭഗവാൻ നിൽക്കുന്നത് കണ്ടപ്പോൾ തോന്നിപ്പോയി, ഈ കദളിപ്പഴം കണ്ണന് എവിടെ നിന്ന് കിട്ടിക്കാണും. രാത്രി നടയടച്ച നേരത്ത് ആരും കാണാതെ ശ്രീലകത്തിൽ നിന്ന് പെതുക്കെ പുറത്തിറങ്ങി ഗുരുവായൂരിലെ ഏതോ ഭക്തന്റെ വീട്ടിലെ തൊടിയിൽ ചെന്ന് ഏറ്റവും പഴുത്ത കദളിപ്പഴം പറിച്ച് തിരികെ ഓടി വന്നതാണോ എന്റെ ഉണ്ണി? വലത് കയ്യിൽ ആ കദളിപ്പഴം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ഇടത് കയ്യിൽ തന്റെ പ്രിയപ്പെട്ട പൊന്നോടക്കുഴലുണ്ടേട്ടോ. ആ വരി നിൽക്കുന്ന ആയിരങ്ങൾക്കിടയിൽ നിന്നും കണ്ണൻ എന്നെ നോക്കി കണ്ണ് ചിമ്മുന്നത് പോലെ, നിന്റെ സങ്കടങ്ങളുടെ കയ്പല്ലേ ഞാൻ എപ്പോഴും വാങ്ങാറുള്ളത്, ഇന്ന് നിനക്ക് നൽകാൻ എന്റെ കയ്യിൽ ഈ മധുരമുണ്ട് എന്ന് കണ്ണൻ പറയുന്നത് പോലെ തോന്നിയേട്ടോ. നമ്മുടെ പ്രാർത്ഥനകൾ കദളിപ്പഴം പോലെ മധുരമുള്ളതാക്കി ഭഗവാൻ സ്വീകരിക്കുന്നു എന്നൊരു ഉറപ്പ് നമ്മൾക്ക് ഭഗവാൻ തരുന്നുണ്ടേട്ടോ. മനസ്സ് നിറഞ്ഞ് കണ്ണ് നിറഞ്ഞ് പടിയിറങ്ങുമ്പോഴും ആ കദളിപ്പഴം നെഞ്ചോട് ചേർത്ത് പിടിച്ച നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഉള്ളിൽ അങ്ങനെ മങ്ങാതെ നിൽക്കുന്നു. എന്റെ ഉണ്ണിക്കണ്ണ, ഈ പുഞ്ചിരി എന്നും കൂടെ ഉണ്ടാവണേ.